അതുകൊണ്ട് ദൈവം കൊടുത്തോളൂ എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഇതിൻ്റെയൊക്കെ തെളിവുകൾ വേണമെങ്കിൽ ഞാൻ വിത്ത് പ്രൂഫ് ഞാൻ കൊണ്ടുവരാൻ എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ അയ്യോ പൊത്തോന്ന് കിടന്ന് വിളിച്ചിട്ടോ നിലവിളിച്ചിട്ടോ കാര്യമില്ല. ഇതുവരെ നീ കിടന്ന് കളിച്ചപ്പോൾ ഞാൻ ഇതിനകത്ത് ഇല്ലായിരുന്നു എന്ന് ഓർക്കണം. ഞാൻ അതിനകത്തായിരുന്നു, പലതും ഞാൻ അറിഞ്ഞിട്ടില്ല, കേട്ടില്ല. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജാസ്മിൻ ജാഫർ ബിഗ് ബോസിൽ ഇറങ്ങിയതിനു ശേഷം ഞാൻ ഇന്റർവ്യൂ കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചു. ഒരു ഇന്റർവ്യൂവും കണ്ടില്ല. അപ്പൊ സ്വന്തം ആയിട്ട് ഇന്നലെ ലൈവ് വന്നു, ലൈവ് കണ്ടു. ലൈവിൽ പ്രത്യേകിച്ച് പറയത്തൊക്കെ ഒന്നുമില്ല. പക്ഷെ ഇന്നത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൽ പ്രത്യേകിച്ച് പറയാൻ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ പിന്നെ ഒന്നോ രണ്ട് കാര്യങ്ങളും കൂടെ ഉണ്ട്, ഞാനത് പറയാം. ഇപ്പോൾ ഒരു അറിവ് കുറച്ചായിട്ട് ഞാൻ കൊടുക്കാം. ഓക്കെ, 10 പേര് അടിച്ച് തളർത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്ന് കാണിക്കണമല്ലോ. കാരണം എന്നത്തെ അടിച്ചെന്നെ തളർത്തി ഇരുത്താൻ ശ്രമിക്കുന്നത് അവരുടെ ആഗ്രഹവും അത് എണ്ണിച്ച് നിൽക്കേണ്ടതിൻ്റെ ആവശ്യമാണല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ എനിക്കും അത് വേറെ കാര്യം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയ വിഷമം, സങ്കടം, എന്തൊക്കെയോ കുറച്ച് ഇതിലൊക്കെ ആയിരുന്നു ഞാൻ. പക്ഷെ ഇപ്പം ഞാൻ ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ 10 പേരെ അടിച്ച് തളർത്താൻ നിൽക്കുമ്പോൾ അവരുടെ മുന്നിൽ എണീറ്റ് നിന്ന് കാണിച്ചു കൊടുക്കണം. ശരിയാണ്, ഇല്ലെന്നൊന്നും പറയില്ല, അത് മാസം തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഈ 10 പേര് അടിച്ച് ഡോൺ ആയവനല്ലടാ, ഞാൻ ഒറ്റയ്ക്ക് വന്നാണ് അതിലോട്ടേ പോകണ്ട. അപ്പോൾ 10 പേരടിച്ച് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇല്ലാത്ത കാര്യം പറഞ്ഞ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ഒരു റിയാലിറ്റി ഷോയ്ക്കകത്ത് പോയി കാണിക്കാൻ പാടില്ലാത്ത പലതും കാണിച്ചു, അതിനെല്ലാം ജനങ്ങൾ വലിച്ചു കീറി, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ പിന്നെ പേഴ്സണൽ കാര്യത്തിലോട്ടും വരാം. ജാസ്മിന്റെ പേഴ്സണൽ ഇഷ്യൂസും പുറത്തു വന്നു. അതിനുള്ള മെയിൻ റീസൺ ജാസ്മിൻ തന്നെയാണ്. അവിടെ ഈ എൻഗേജ്മെന്റിന്റെ കേസും പുറത്തൊരാളുണ്ടെന്നും ഒക്കെ പറയുന്നത് ജാസ്മിൻ തന്നെയാണ്. അങ്ങനെ അത് പറയുകയും അതേ തുടർന്ന് ജാസ്മിൻ പിന്നെയും അവിടെ ഓരോ ആഭാസങ്ങൾ കാണിച്ചപ്പോൾ അത് പുറത്ത് ചർച്ചയാവുകയും പിന്നെ അവൻ പുറത്തോട്ട് അവന്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും പിന്നെ വോയിസുകളും ഓരോ കാര്യങ്ങളായിട്ടൊക്കെ വന്ന് കുളമായതാണ് മൊത്തം. അപ്പോൾ ഇതൊന്നും ബാക്കിയുള്ളവരുടെ കുറ്റമല്ല, ജാസ്മിന്റെ കുറ്റം തന്നെയാണ്. അതിലൊരിക്കലും ഒരു മാറ്റവും ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. മനസ്സിലായ? ഇപ്പൊ ഈ വീഡിയോ ഞാൻ കണ്ടപ്പോൾ ഇപ്പം മറ്റേ നോക്കിക്കൊണ്ടുവന്നവന്മാരായി കുറ്റം. അതാണ് അവസ്ഥ. ഈ വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത. എന്തായാലും ഈ വീഡിയോ ജാസ്മിൻ കാണുകയാണെങ്കിൽ ഫുള്ള് കാണണം. ലാസ്റ്റ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ജാസ്മിൻ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഫുള്ള് കാണണം. എനിക്ക് ആദ്യം തന്നെ ഞാൻ അതുപോലെ എനിക്ക് അലർജി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. എൻ്റെ ആദ്യം തൊട്ടുള്ള ചാനലുകൾ കാണുന്നവർക്കറിയാം എനിക്ക് നല്ലോണം അലർജി ഉള്ള അല്ലെങ്കിൽ എനിക്ക് അത്രത്തോളം ആ ഒരു ഇതിൽ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മൂക്കിൽ തുഴയടിക്കുകയൊക്കെ ചെയ്യും. എന്തെന്ന് വെച്ചാൽ എനിക്ക് ശീലിച്ചു പോയി. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മൂക്ക് ചൊറിയും, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ അതങ്ങ് പറയാം. ഓക്കെ, അപ്പോൾ മൂക്കിൽ ചൊറിയുന്നതാണ് പ്രശ്നം എന്നൊക്കെ ജാസ്മിൻ ഇവിടെ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ജാസ്മിൻ മൂക്ക് ചൊറിഞ്ഞതാണോ പ്രശ്നം? മൂക്ക് ചൊറിഞ്ഞിട്ട് വേറൊരുത്തന്റെ കുറുക്കി ജയിക്കുന്നു, ചായ കുടിച്ച് അവിടെ ചായയിൽ മറ്റേ മൂക്കളെ തുമ്മിയിട്ട് അത് വേറൊരുത്തന്നെ എടുത്ത് കൊടുക്കുന്നു. മൂക്കളെ തുമ്മിയല്ല ഞാൻ തെറ്റി പറയില്ല കേട്ടോ, അത് ഓഫ് കോഴ്സ് വരും. പക്ഷെ തുമ്മി ആ ചായ എടുത്ത് മാറ്റിക്കളയാനുള്ള ബോധം മനുഷ്യൻ കാണിക്കണം. അതല്ലാതെ അതെടുത്ത് വേറൊരുത്തൻ ആരും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതല്ല. ന്യായീകരിക്കാൻ നിൽക്കരുത് ജാസ്മിനെ, മനസ്സിലായ? ന്യായീകരിക്കാൻ നിൽക്കരുത്. പറയുന്ന വാക്കുകളിൽ കഴമ്പ് വേണം. ചെയ്ത തെറ്റെന്ന് തന്നെ പറയും. എന്നിട്ട് അത് പറയുന്നുണ്ട്, പക്ഷേ അത് എനിക്ക് അലർജിയാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ മൂക്ക് ചൊറിഞ്ഞത് ആരും ഒന്നും പറഞ്ഞില്ല. അത് നീ ചൊറി, നിന്റെ കൈ നിന്റെ മൂക്ക്, നീ ഇരുന്ന് ചൊറി. പിന്നെ വേറൊരു കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ജനങ്ങൾ കാണുന്ന ഒരു ഷോയാണ്, അവിടെ കാണിക്കേണ്ട കുറച്ച് മാനേഴ്സും ഉണ്ട്. അത് കാണിക്കാനും പഠിക്കണം. അല്ലാതെ എപ്പോഴും ചൊറിഞ്ഞും മറ്റേ കാലെടുത്ത് വെച്ച് നഖം കടിച്ച് അതിലോട്ടും വരാം. കാലിലെ നഖത്തിന്റെ കേസും ഒക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ പറയാത്ത കുറെ കാര്യങ്ങളുണ്ട്, അതിനും കൂടി ഉത്തരം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, അത്യാവശ്യം നല്ല രീതിയിലുള്ള തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ എനിക്കും പറ്റിയിട്ടുണ്ട്. കാരണം നമ്മളെല്ലാം മനുഷ്യന്മാരാണല്ലോ പിള്ളേ. അപ്പോൾ അതൊക്കെ തന്നെ അതെല്ലാം കഴിഞ്ഞില്ല. കഴിഞ്ഞു, ഇപ്പൊ കഴിഞ്ഞു, അപ്പൊ കഴിഞ്ഞില്ല. തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിയാലിറ്റി ഷോയിൽ പോയിട്ട് ഒരു മനുഷ്യൻ എന്താണ് കാണിക്കാൻ പാടില്ലാത്ത അതിന്റെ എക്സ്ട്രീം ലെവൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ലോക തെറ്റെന്നേ ഞാൻ പറയത്തുള്ളൂ. മനസ്സിലായി? അതിൽ ഒരു മാറ്റമല്ല. ഇപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുന്ന കാണിച്ചതെല്ലാം പോക്കർത്തനം തന്നെയാണ്. ഗബ്രി അത് തന്നെയാണ് വിഷയം. അത് തന്നെയാണ് ജാസ്മിൻ തന്നെ ആലോചിക്കും. ഗബ്രി ആ ഒരു വിഷയം തന്നെയാണ് ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റി സ്പ്രെഡ് ആയത്. കാരണം ഇതിപ്പോ ഈ ജാസ്മിനൊക്കെ ചിലപ്പോൾ വിചാരിക്കും നമ്മൾ കുറെ യൂട്യൂബേഴ്സ് ചേർന്നിട്ട് ജാസ്മിനെതിരെ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്തെന്നാണ് ജാസ്മിന്റെ വിചാരം. അല്ല, ജനങ്ങൾ എന്റെ വീഡിയോസ് ചെക്ക് ചെയ്ത് നോക്കി, എത്ര അമ്മമാരാ വിളിച്ചിട്ട് പറയുന്നത് വീട്ടുകാരുമായിട്ട് കുടുംബമായിട്ടിരുന്ന് കാണാൻ പറ്റാതെ ഷോ എന്ന്. അതൊക്കെ ഞാൻ പറയിപ്പിക്കുന്നതാ. ഇതൊക്കെ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ഓരോരുത്തർ പറയുന്നതാ. മനസ്സിലായ? അപ്പൊ ചെയ്ത തെറ്റ് അക്സെപ്റ്റ് ചെയ്യുക, അതാണ് ഏറ്റവും വലിയ മാന്യതയെന്ന് ഞാൻ പറയുന്നുള്ളൂ. വീടല്ല കേട്ടാ, അതൊരു വീടേ അല്ല, അതൊരു ലോകമാണ്. ആ ലോകത്ത് നമ്മൾ കുറച്ച് ആൾക്കാർ, കുറച്ച് മനുഷ്യന്മാർ മാത്രമേ ഉള്ളൂ. അതിനകത്തുള്ള കണ്ണീര്, കലാപം, സന്തോഷം, സങ്കടം, ഒറ്റപ്പെടൽ, കുറ്റപ്പെടൽ, ഇതൊക്കെ തന്നെ അവിടെ. അപ്പം നമ്മൾ പിന്നെ പുറത്ത് നിന്ന് ഗാലറിയിൽ നിന്ന് നമ്മൾ കളി കണ്ട അഭിപ്രായം പറയുന്നത് പോലോ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഞാൻ പലവട്ടം എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് നീ ബിഗ് ബോസിൽ പോയി അടിപൊളിയായിരിക്കുന്നൊക്കെ. ഞാൻ അവിടെ ഒരു കളിയിൽ പോലും വിമർശിച്ചിട്ടില്ല. കള്ളക്കളി കളിച്ചോ വിമർശിച്ച്, അല്ലാണ്ട് ഈ പറയുന്നത് പോലെ ഗാലറി ഇരുന്ന് കളി കാണുന്ന എന്തുവാ ജാസ്മിനെ പറയുന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്നെ എന്താ വിമർശിച്ചത്? അത് നീ ആദ്യം നോക്ക്. നിന്നെ വിമർശിച്ചത് നീ അവിടെ ഗബ്രിയുമായിട്ട് കാണിച്ച ഓരോ വേഗത്തുകൾ വിമർശിച്ച്, പിന്നെ നീയായിട്ട് ഈ പറയുന്ന 2 റിലേഷനിലുണ്ടായിരുന്ന ആൾക്കാരുടെ പേരെടുത്തിട്ട് അത് പുറത്ത് വിഷയമായി അത് വിമർശിച്ച് തെറ്റുണ്ടോ? നീ തന്നെ ഇരുന്ന് ആലോചിക്കും.
അല്ലാതെ എല്ലാവരും ഇപ്പൊ കണ്ടവന്മാര് യൂട്യൂബേഴ്സിന്റെ ജനങ്ങളുടെ തലയിൽ കൊണ്ട് അടിക്കാൻ നിൽക്കരുത്. അത് നീ ഫസ്റ്റ് ആദ്യം നീ ചെയ്ത തെറ്റ്, നീ പറഞ്ഞ കാര്യം നീ തന്നെ സ്വയം മനസ്സിലാക്കി. അത് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്തിട്ട് ആ രീതിയിൽ നീ ഒരു വീഡിയോ ഇട്ടിരുന്നെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്ത് തന്നെ. മനസ്സിലായ? ഇത് നീ ഒരുമാതിരി എല്ലാവരും കൂടി കുത്തിക്കൊണ്ടുള്ള ഒരു പറച്ചിൽ പറഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി ആ സാധനം അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. മനസ്സിലായ? ആ ഗെയിം കഴിഞ്ഞു, അതവിടെ തീർന്നു. പിന്നെ അതൊരു ഗെയിം ഷോ ആണെന്നുള്ള റിയാലിറ്റി പലരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ പലരും അക്സെപ്റ്റ് ചെയ്യുക. അതൊരു റിയാലിറ്റി ഷോ ആണ്, അതൊരു ഗെയിം ഷോ ആണ്. അതൊരു റിയാലിറ്റി ഷോ ആണ്, അതൊരു ഗെയിം ഷോ ആണ്. അത് പലരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പൊ ജനങ്ങളുടെ തലയിലായി കുറ്റം. നമ്മൾ ആരെ അക്സെപ്റ്റ് ചെയ്യാത്തതായി പ്രശ്നം. അപ്പോ ഇതൊരു റിയാലിറ്റി ഷോ ആണ്, ഇത് ജനങ്ങൾ കാണുന്ന ഒരു കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഒരു ഷോ ആണ് എന്ന ബോധം സ്വയമേ ഉണ്ടായിരുന്നോ? എനിക്ക് അതിനാണ് ഉത്തരം. സ്വയം ഇതൊരു ജനങ്ങൾ കാണുന്ന ഷോ ആണ്, അവിടെ കാണിക്കേണ്ട കുറച്ച് മാനേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് പരിമിതികളുണ്ട്. അത് നീ സ്വയം ചിന്തിച്ചോ? ഇത്ര നെഗറ്റിവിറ്റി അവിടെ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റിന് വേറെ വന്നോ? സ്വയം ചിന്തിക്ക്. നിനക്കും ഗബ്രിക്കും അല്ലാണ്ട് ഈ നിന്റെ കൂടെ പിന്നെ വാലാട്ടി നിന്ന റസ്മിനും അല്ലാണ്ട് വേറെ ഏതെങ്കിലും ടീംസിന് ഈ പറയുന്ന ഇത്രയും നെഗറ്റിവിറ്റി വന്നോ? വന്നില്ലല്ലോ. എന്തുകൊണ്ട് നിനക്ക് വന്ന്? അത് നീ ആദ്യം ചിന്തിക്ക്. മനസ്സിലായ? എല്ലാം ബാക്കിയുള്ളവരെ കുറ്റം പറയാൻ നിൽക്കരുത്. ചെയ്ത തെറ്റും അക്സെപ്റ്റ് ചെയ്തിട്ട് മാന്യമായിട്ട് അതൊരു തെറ്റ് പറ്റിപ്പോയി, അത് അത്രയും തെറ്റായിരുന്നു, ഞാൻ ചെയ്തതെല്ലാം തെറ്റാണ്, നീ അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിലും അതിലുണ്ട് അന്തസ്. മനസ്സിലായ? ബാക്കിയേക്കാം. എനിക്ക് ഡ്രസ്സ് വരുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ബിഗ് ബോസിനോട് എനിക്ക് വീക്കെൻഡ് എപ്പിസോഡിൽ ഡ്രസ്സ് വരുന്നില്ലെന്ന് പറയുമ്പോൾ അവിടുന്ന് നമുക്ക് ലെറ്റർ വരും. ജാസ്മിന്റെ വസ്ത്രങ്ങൾ വന്നിട്ടില്ല, വന്നാൽ ഉടനെ തരുന്നിരുന്നത്. ജാസ്മിന് മാത്രമല്ല, അവിടെയുള്ള മിക്ക കണ്ടസ്റ്റൻസിനും അങ്ങനെ ലെറ്റർ വന്നിട്ട് അത് ഡ്രസ്സിന്റെ കാര്യത്തിൽ മാത്രമല്ല, മരുന്ന് അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും വരാറുണ്ട്. പിന്നെ അതൊരു എന്താ പറയുക, അത് ലെറ്ററാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് ന്യായം ഒടിക്കുന്ന കുറച്ച് ടീമുകളുണ്ട്. മലയാളം ഒരു ടീമിന് മലയാളം വായിക്കാൻ അറിഞ്ഞുകൊണ്ടാണ് എൻ്റെ അറിവ്. മലയാളം അറിഞ്ഞൂടാ. പിന്നെ വേറൊരു ടീം, അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ എന്തിന്റെ അസുഖമാണ് എന്തിന്റെ കേടാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് പോട്ട് പിള്ളേർ. ഓക്കെ, ലെറ്ററിന്റെ കേസ് അവിടെ നിൽക്കട്ടെ. വേറൊരു കേസ് ചോദിക്കാം. ഈ പറയുന്ന നിന്റെ വാപ്പ ബിഗ് ബോസ് ഹൗസിൽ വിളിച്ചിരുന്നു, അതിനെ പറ്റിയിട്ട് നീ ഇതിൽ ഒരു അക്ഷരം നീ മിണ്ടിയില്ലല്ലോ. അതിനെ പറ്റിയിട്ട് നീ എന്തായാലും ഇതിൽ മിണ്ടിയ ഈ വീഡിയോയില്? നിന്റെ വാപ്പ അവിടെ വിളിച്ച് നിന്നോട് എന്താണ് പറഞ്ഞത്, ഏതാണ് പറഞ്ഞത്, നീ അതിനെക്കുറിച്ച് എന്തായാലും മിണ്ടിയ? ലെറ്ററിന്റെ കേസ് പറഞ്ഞു, ഓക്കെ. ഈ കേസ് നീ പറയുന്നില്ല. അതെന്തുകൊണ്ട് പറയുന്നില്ല? നിന്റെ അവിടെ വാപ്പ വിളിച്ച് എന്താണ് പറഞ്ഞത് നീ പറ. അത് യോജിക്കാൻ പറ്റില്ല. അതാണ് നിന്റെ വാപ്പ അവിടെ എന്താണ് വിളിച്ച് പറഞ്ഞത് നിനക്കും അറിയാം. അല്ലെങ്കിൽ നിന്റെ വാപ്പാക്ക് ബ്ലോക്കാണ് എന്ന് പറഞ്ഞ് നിന്നെ വിളിച്ച് പറയുമ്പോൾ പുറത്ത് അതും കഴിഞ്ഞ് കൺഫെഷൻ റൂമിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നിട്ട് ഞാൻ പുറത്ത് കമ്മിറ്റഡ് ആണ് ഗൈസ് എന്നാണ് നീ ആദ്യം പറയേണ്ടത്. നീ ആദ്യം അതാണോ പറയേണ്ടത്? ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് ചോദിക്കേണ്ടി വരും ജാസ്മിനെ, കേട്ടാ? നീ അതാണോ പറയേണ്ടത്? വാപ്പാക്ക് വയ്യെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുറത്ത് കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞാണോ വന്നിരുന്ന് കരയേണ്ടത്? അതാണോ വാപ്പ അപ്പോഴും പറഞ്ഞത്? അപ്പം നിന്റെ വാപ്പ എന്താ പറഞ്ഞത്? പുറത്ത് ഫുള്ള് നെഗറ്റീവാണ് മകളെ, സൂക്ഷിക്കൂ, കളിക്കൂ, മാന്യമായി കളിക്കൂ. പിന്നെ നിന്റെ വാപ്പ അവിടെ വന്നിട്ട് ഗബ്രിയുടെ ഫോട്ടോയും മാലയും എല്ലാം എടുത്തോണ്ട് പോയി. അതൊന്നും നീ പറയുന്നില്ലല്ലോ. അതൊന്നും നീ പറയുന്നില്ലല്ലോ. അതൊക്കെ എന്താ നീ പറയാത്ത? അതൊക്കെയാണ് ജനങ്ങളുടെ ചോദ്യങ്ങൾ. അല്ലാതെ നീ ഇനിയിപ്പോൾ ഇതിൽ വന്നിരുന്ന യൂട്യൂബേഴ്സിനെ മൊത്തം നീ കുറ്റം പറയുന്നുണ്ട്. ഒട്ടുമിക്കവരെ നിനക്കെതിരെ വീഡിയോ ചെയ്ത് എല്ലാവരെയും നീ കുറ്റം പറയുന്നുണ്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നിനക്കെതിരെ തന്നെയാണ് വീഡിയോ ചെയ്തത്. മനസ്സിലാക്കുക? കാരണം ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പിന്നെ അഭിഷേക് കെ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് ഓൺ ചെയ്തെന്ന്. ആരാ? അഭിഷേക് കെ. അതായത് ജാസ്മിൻ ജിൻഡോയ്ക്കെതിരെ ഒരു ആരോപണം നടത്തിയായിരുന്നത്, മറ്റേ കറുത്ത മത്സ്യകന്യകൻ. അതുമായി ബന്ധപ്പെട്ട് അഭിഷേക് കെ സംസാരിച്ചപ്പോൾ അത് വിലക്കി. പിന്നെ സിബിന്റെ അടുത്ത് ജാസ്മിനെതിരെ കളിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ എന്തുവാടേ? ഇതൊക്കെ എന്തുവാ? ഇതിനൊക്കെ ഉത്തരം എന്താ ജാസ്മിനെ? മനസ്സിലായ? ഇതൊക്കെയാണ് നീ സംസാരിക്കേണ്ട കേസ്. അല്ലാണ്ട് ഈ പറഞ്ഞതുപോലെ നീ മൊത്തം അങ്ങ് പൂശി വെള്ളം. ഓക്കെ, നീ നിന്റെ വെള്ളം പൂശി നിന്റെ ഭാഗം ന്യായീകരിച്ച്. പക്ഷെ നിന്റെ വാപ്പാവിടെ വിളിച്ച് സംസാരിച്ച കാര്യം അടക്കം നീ പറയേണ്ടി വരും. ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. ബാക്കിയുള്ളവരെ യൂട്യൂബേഴ്സിനെ അടക്കം നീ കുറ്റപ്പെടുത്തി. ഞാൻ ഈ വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ പോട്ട് വിട്ട് തീർന്ന് ഈ കേസ് ജാസ്മിന്റെ കേസ് വിടാം എന്ന് വിചാരിച്ചു. പക്ഷെ നീ യൂട്യൂബേഴ്സിനെ മൊത്തം നീ അങ്ങ് താറടിച്ച് പറയണം. അതെനിക്ക് കണ്ടപ്പോൾ എനിക്കങ്ങ് ഗുരുപൊട്ടി. ബാക്കിയേക്കാം. ജാസ്മിന്റെ ടോക്സിക് ആർമി എന്നൊക്കെ പറഞ്ഞ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കണ്ടു. ജാസ്മിന്റെ ആർമിയിൽ ഉള്ള ഏതൊക്കെ ആൾക്കാർ ഇന്ന കണ്ടസ്റ്റൻസിനെ പോയി അന്നത് പറയുന്നു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം എന്നെ കാണാൻ കുറച്ചധികം ആൾക്കാർ വന്നിരുന്നു. പിന്നെ എനിക്കറിയാവുന്ന ജാസ്മിൻ ഒഫീഷ്യൽ ഫാൻ പേജോ അങ്ങനെ കുറേ പേജുകളുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തുള്ള ഒരുപാട് പേര് ഗൂഗിൾ മീറ്റിലൊക്കെ വിളിച്ച് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിട്ടുണ്ട്. എവിടെയൊക്കെ ലോകത്തിന്റെ എവിടെയൊക്കെ കിടക്കുന്ന ആൾക്കാരാണ് വന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അത്രയും പേരുണ്ടായിരുന്നു. എന്റെ പൊന്നോ, നിന്റെ ആർമി പേജിനെ കുറിച്ച് പറയില്ലടേ. നിന്റെ ആർമി പേജിൽ ഒരു വേട്ടവാളിയെ ഉണ്ടായിരുന്നു. സത്യം ഞാൻ ഉള്ള കാര്യം പറയാം. നിന്റെ ആർമി പേജ് നിന്നെ അവിടെ കാണാൻ അവൻ എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് വേറെ ആർമിയൊന്നും അല്ല, അവൻ നിന്റെ ആർമി തന്നെയാണ്. നിന്നെ കാണാൻ എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. നിന്റെ കൂടെ വന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ ഞാൻ കണ്ടതാണ്. അവനെപ്പോലെ ഒരുത്തനെ എന്റെ പൊന്നടാവെ ഞാൻ കണ്ടിട്ടില്ല ലൈഫിൽ. അവൻ അങ്ങനെ ഒരു വേട്ടവാളിയെ.
അതുകൊണ്ട് നിന്റെ ആർമിയൊന്നും നീ ഇനിയിപ്പോൾ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല, ഒരു കാര്യമില്ല. സത്യം ഞാൻ ഉള്ള കാര്യം സീരിയസിൽ പറയാം. അവനെ പോലെ ഒരു വേട്ടവാളയും അറിയില്ല. അവനാണ് നിന്റെ ആർമി പേജൊക്കെ ഇൻസ്റ്റയിലൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ കണ്ടതാ, വീഡിയോസിലെല്ലാം കാണാം. അതുകൊണ്ട് നീ അതിലൊന്നും ന്യായീകരിക്കാൻ നിൽക്കരുത്. ഉള്ള കാര്യം ഓപ്പണായിട്ട് പറ, അന്തസ്സായിട്ട് അക്സെപ്റ്റ് ചെയ്യും. എനിക്ക് തെറ്റു പറ്റിപ്പോയി അന്തസ്സായിട്ട് പറ, മാന്യതയുണ്ട്. അതാണ്ട് നീ ഇതിപ്പം മെഴുകി ഇരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എന്റെ ഫാമിലി അവർക്ക് പലതും എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്, എങ്ങനെ പ്രതികരിക്കണമെന്നും അവർക്കറിയില്ല. ഈവൻ എനിക്കാണെങ്കിൽ പോലും എനിക്ക് പലതും എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പം അത് ഉപയോഗിച്ച കുറേ ആൾക്കാരുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്ത് അല്ലെങ്കിൽ ഇവരെ ഇങ്ങനെ ചെയ്യാം, കുറേ ഇൻകത്തിന് വേണ്ടിയിട്ടാണ്, കുറേ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യാനുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ ചാനലുകൾ എൻ്റെ വീട്ടിനകത്ത് വന്ന് ഞാൻ ഫുഡ് കഴിച്ച് അല്ലെങ്കിൽ നോമ്പ് കഞ്ഞി വരെ വാങ്ങിച്ചു കുടിച്ച് അല്ലെങ്കിൽ അതുവരെ എന്താ നമ്മൾ എന്തായാലും അത് ഞാനല്ല. പിന്നെ യൂട്ടിലൈസ് ചെയ്ത കുറെ ചാനലുകാരുണ്ടെന്ന് പറയാം. അങ്ങനെ നീ പേരെടുത്ത് പറയാത്തടത്തോളം കാലം നമുക്കും അത് നമ്മളെയും കൂടിയൊക്കെ ബാധിക്കും. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നിന്റെ വീട്ടിൽ നിന്ന് എന്തായാലും കഞ്ഞിയും പയറും മഞ്ചു കുടിച്ച ടീംസിലൊന്നും ഞാനില്ല. എനിക്ക് നീ ആയിട്ടൊരു കോൺടാക്ട് പോലും ഇല്ല. പക്ഷേ നീ അവിടെ പറയുന്നുണ്ടല്ലോ പൈസയ്ക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്ത്. പിന്നെ ഇവിടെ നീ ബിഗ് ബോസിൽ പോയ എന്തിനാ? ഫെയിമിനും പൈസയ്ക്കും വേണ്ടിയിട്ടല്ലേ, അല്ലാതെ സാമൂഹ്യ സേവനം നടത്താനൊന്നും അല്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും പൈസയ്ക്ക് വേണ്ടി തന്നെ. പിന്നെ അതിൽ കുറെ എത്തിക്സും കാര്യങ്ങളും നമ്മൾ കീപ്പ് ചെയ്യുന്നു. അത് എന്തായാലും ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്, മനസ്സിലായ? ഞാനത് കീപ്പ് ചെയ്യുന്നത് എൻ്റെതായ എത്തിക്സ്. പിന്നെ നീ ഒരു ഷോയ്ക്കകത്ത് പോയിട്ട് എന്താണ് കാണിക്കാൻ പാടില്ലാത്ത അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ നീ കാണിച്ച് അത് ജനങ്ങളുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്തു, ഇല്ലെന്ന് പറയുന്നില്ല, മനസ്സിലായ? അല്ലാണ്ട് നിന്നെ വെച്ച് ജീവിച്ച് അങ്ങനെയൊന്നും നീ പറയാൻ നിൽക്കരുത്, മനസ്സിലായ? പൈസയ്ക്ക് വേണ്ടിയിട്ടുണ്ട്. നീയും പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൽ പോയത്, പൈസയ്ക്ക് ഫെയിമിന് വേണ്ടിയിട്ട്. അപ്പൊ എല്ലാം കൂടി ഇപ്പം ബാക്കിയുള്ളവർ നല്ലതായിട്ട് കൊള്ളാലോ ഇത്. ദൈവം കൊടുത്തോളൂ എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതിൻ്റെയൊക്കെ തെളിവുകൾ വേണമെങ്കിൽ ഞാൻ പ്രൂഫ് ഞാൻ കൊണ്ടുവരാൻ എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ അയ്യോ പൊത്തൊന്നും കിടന്ന് വിളിച്ചിട്ടോ നിലവിളിച്ചിട്ടോ കാര്യമില്ല. ഇതുവരെ നീ കിടന്ന് കളിച്ചപ്പോൾ ഞാൻ ഇതിനകത്ത് ഇല്ലായിരുന്നു എന്ന് ഓർക്കണം. ഞാൻ അതിനകത്തായിരുന്നു, പലതും ഞാൻ അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. ഇപ്പം നീയൊക്കെ കളിക്കുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഞാനിവിടെ ഉണ്ട്, ഞാനിവിടെ ജീവനോടുണ്ട്, ഞാൻ ചാവുന്നവരിവിടെ കാണും. ഞാൻ എൻ്റെ അടുത്ത് ഓരോ ഡയലോഗ് അടിക്കുമ്പോഴും ആലോചിച്ചും കണ്ടു പഠിക്കണം. കാരണം നീയൊക്കെ ഈ പ്രൂഫ് തേങ്ങ വാങ്ങാന്നൊക്കെ പറഞ്ഞു കൊണ്ടിരുന്നതിൻ്റെ വെല്ലുവിളിയോടെ യാസ്മിൻ ജാഫർ വീണ്ടും മുന്നോട്ട്. പ്രൂഫ് എന്തോ പ്രൂഫ് അങ്ങനെയാണെങ്കിൽ നിന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ അതും നമ്മൾ കാണണമല്ലോ. എനിക്ക് നിന്നെ സപ്പോർട്ട് ചെയ്യണ്ടേ, മനസ്സിലായില്ലേ? അതുകൊണ്ട് പ്രൂഫ് ഉണ്ടെങ്കിൽ കൊണ്ടുവരണം. കയ്യിൽ മടക്കി വെച്ചിരിക്കല്ലേ, കൊണ്ടുവരണം. എല്ലാം തിരുത്താൻ ശ്രമിക്കാം. പിന്നെ കുറെ വൃത്തിയുടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. ഞാൻ മൂക്ക് ചൊറിയുന്നതും മൂക്കുന്ന് നേരെയാക്കുന്നവരെ കുറെ പറഞ്ഞിരുന്നു. പിന്നെ എനിക്ക് ഇത് പറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും നല്ലൊരു ചായത്തുമ്പിയ കേസൊക്കെ അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറെ ആൾക്കാരാണ്, കുറെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ നമുക്ക് ഇത് മാത്രം നോക്കിയിടുന്നത്, തെറ്റുകൾ മാത്രം നോക്കിയിടുന്നത്, അത് മാത്രമേ കാണുള്ളൂ. ഇല്ലെങ്കിൽ ഇല്ലാത്ത തെറ്റ് നമ്മൾ ഉണ്ടാക്കി ബിൽഡ് ചെയ്തെടുക്കും. തെറ്റ് നോക്കി നടന്നില്ലടേ, നല്ലത് പറയാനില്ലായിരുന്നു, അതാണ് വിഷയം. ആരും നിന്റെ തെറ്റ് മാത്രം നോക്കി നടന്നില്ല, നല്ലത് പറയാനില്ലാത്തതുകൊണ്ട് പറഞ്ഞില്ല, മനസ്സിലായ? അതാണ് സത്യം. നല്ലത് പറയാൻ ഒരു കാര്യം പോലും ഞാൻ അവിടെ കണ്ടില്ല. അതുപോലെ തന്നെ ഒട്ടുമിക്കവരും എല്ലാവരും നെഗറ്റിവിറ്റി പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, നല്ലത് പറയാൻ ഇല്ലാത്തതുകൊണ്ട്. ഈ ചായയിൽ മൂക്ക് പിഴിഞ്ഞിട്ടതും കാലിലെ നഖം കടിച്ചതും ഒക്കെ നിനക്ക് എന്താ എക്സ്പ്ലനേഷനാ? ഉള്ളൂ. എൻ്റെ ഒരു കാലിന് നഖം കടിക്കുന്ന ഒരു സീൻ ഞാനിങ്ങനെ കണ്ടു. എനിക്ക് പലരും കണ്ടിട്ട് എനിക്ക് വിഷമമായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇരുന്ന് പറയണത്. നഖമല്ല, ഞാൻ എൻ്റെ കാലിലെ തൊലിയാണ് കടിക്കുന്നത്. എന്തുകൊണ്ടാണ് തൊലി കടിക്കുന്നത്? ഇതൊന്നും വെളുപ്പിക്കലല്ലേ കേട്ടോ, ഇതൊക്കെ നിങ്ങൾ വൃത്തിയിലെന്ന് പറഞ്ഞാൽ ഒരു പരാതിയില്ല എനിക്ക്. കാലിലെ നഖമല്ല കഴിച്ച് ഞാൻ കടിച്ചത്, തൊലിയാണ് കടിച്ചത്. തൊലിയും നഖം തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കാലെടുത്ത് വെച്ച് കടിച്ച് എങ്ങനെയെന്ന് എനിക്ക് പിടിയിട്ടല്ലേ. ഞാൻ വളച്ചു നോക്കിയിട്ട് എനിക്ക് പറ്റില്ല, എൻ്റെ കാല് വരുന്നില്ല. ഇതെങ്ങനെ സാധിച്ചു ആവശ്യമേ? എന്തായാലും അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്, കാണാം. തൊണ്ട പൊട്ടി നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ മുട്ടി ദാഹിക്കുവാണേ. നിങ്ങളുടെ അടുത്ത് കുറച്ച് ചെളിവെള്ളമോ കിടക്കുന്നത്, നിങ്ങൾ എത്ര നേരം ആ ചെളിവെള്ളം നോക്കിയിരിക്കും? ഒരു സമയം കഴിഞ്ഞ് നിങ്ങൾക്ക് ദാഹിച്ച് തൊണ്ട പൊട്ടി നിങ്ങൾ ചാവാറാകുമ്പോൾ നിങ്ങൾ ആ ചെളിവെള്ളം കുടിക്കൂലേ? ഞാൻ കുടിക്കും കേട്ടോ, എൻ്റെ കാര്യം എനിക്കറിയത്തുള്ളൂ, ഞാൻ കുടിക്കും. കാരണം ഞാൻ മരിക്കാൻ കിടക്കുമ്പോൾ വെള്ളം കിട്ടാതെ ചാവുന്നതിലും വൃത്തിയിൽ ചെളിവെള്ളം കുടിക്കുന്നത്. ഇത്ര നേരം കൂടെ ജീവൻ കിടക്കുന്നേ കിടക്കട്ടെന്ന് വിചാരിക്കും. ഞാൻ അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. ഇപ്പം ഞാൻ കാലിലെ നഖവും ചെളിവെള്ളവും കുടിക്കുന്നത് തമ്മിൽ എന്താണ് ബന്ധം? അതെനിക്ക് അങ്ങോട്ട് കണക്റ്റ് ആയില്ല. ഉപമ ശരിയായില്ല ജാസ്മിനെ. കാലിലെ നഖം തൊലി കടിച്ചതും വെള്ളം കിട്ടാതെ കിടക്കുമ്പോൾ ചെളിവെള്ളം കുടിച്ചതും തമ്മിൽ എന്താ കമ്പാരിസൺ? കത്തുന്നില്ല. കേട്ട് നോക്കാൻ ബാക്കി. എൻ്റെ കാലിൻ്റെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, പുറത്തൊന്നും എനിക്കറിയില്ല. എൻ്റെ കാലിൻ്റെ പാദം പൊട്ടി വിണ്ട് കീറി എൻ്റെ അകത്ത് വിണ്ട് കീറി പഴുത്ത് അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ സ്ക്രബിങ് ഇത് ചെയ്യാനൊക്കെ ചോദിച്ചിട്ട് അവർ സാധനം തരുന്നുണ്ടായിരുന്നില്ല. കുറേ ഒരു ലാലേട്ടം വന്ന എപ്പിസോഡിലാണ് ഒരെണ്ണം വന്നത്. അത് വേറൊരു കണ്ടസ്റ്റൻറ്റ് വേറൊരു ആവശ്യത്തിന് എടുത്തുകൊണ്ട് പോയിട്ട് അത് പോയി. കണ്ടസ്റ്റൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അത് പോയി. അപ്പം എൻ്റെ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നേ. അപ്പം ഞാൻ നെയിൽ കട്ടർ അങ്ങനെയൊന്നും അവിടെ കിട്ടുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നെയിൽ കട്ടറൊക്കെ ഒരു സമയം കഴിയുമ്പോൾ എവിടെയൊക്കെ എടുത്തുകൊണ്ടിട്ട് എവിടെയൊക്കെ പോയി അങ്ങനെ വെക്കും. അപ്പോൾ എനിക്ക് കാലിൻ്റെ ഇതിൽ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ ഒരതി വേനയായപ്പം എൻ്റെ കൈ ഞാൻ നഖം വെച്ച് പുഴുത് കളഞ്ഞൊരു പരിധിയുണ്ട്. ലാസ്റ്റ് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തൊന്നും ഞാൻ അത് കടിച്ചങ്ങ് കളഞ്ഞു. കാരണം എനിക്ക് വേദന എടുക്കുന്നു, എനിക്ക് എന്തെങ്കിലും ചെയ്തത് കളഞ്ഞേ പറ്റൂ. അച്ചോടാ, ഞാൻ ആ വീഡിയോ കണ്ടതാണ്. അതിൽ വിണ്ട് കീറിയ കാലൊന്നും കാണാൻ പറ്റിയില്ല ജാസ്മിനെ, സത്യം. വിണ്ട് കീറിയ കാല് പറ്റിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ വിണ്ട് കീറിയ കാലാണെങ്കിൽ അതും വെച്ച് അവിടെ നടക്കാൻ പറ്റത്തില്ല. പിന്നെ ജാസ്മിൻ പറഞ്ഞത് ഒന്നും പുറത്ത് വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിലല്ലേ പുറത്ത് വരത്തുള്ളൂ, മനസ്സിലായ? അങ്ങനെ ഒരു സാധനം പുറത്ത് വന്നിട്ടില്ല.
വിണ്ട് കീറിയ കാലം സത്യം ഞാൻ ചുമ്മാ ന്യായീകരിക്കില്ല. എടാ പറ്റിപ്പോയി, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്ത് പറ്റിപ്പോയി, ഞാൻ അങ്ങനെ ആയിപ്പോയി, ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല, ഇങ്ങനെ പുറത്ത് വരും, അങ്ങനെ പറഞ്ഞ ഒരു മാന്യത ഉണ്ട്. ഇതൊരുമാതിരി മോശം 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 മോശം. ചത്താ പോലും സ്വസ്ഥത കൊടുക്കാത്ത രീതിയിൽ ആക്കി തീർക്കുന്ന സോഷ്യൽ മീഡിയ ചാനലുകൾ. എൻ്റെ പൊന്നെ, നീയൊക്കെ ഇതുകൊണ്ട് അരി വാങ്ങിച്ച് തിന്ന ദഹിക്കൂടെ? അറിയാത്തോണ്ട് ഞാൻ ചോദിക്കും, തിന്ന ദഹിക്കൂ? ദഹിക്കും. കാരണം ഇല്ലാത്ത കാര്യമല്ല ഞാനൊന്നും വിളിച്ചു പറഞ്ഞത്, എന്തായാലും ഇല്ലാത്ത കാര്യമല്ല. കണ്ട കാര്യങ്ങളും അവിടെ ഷോയ്ക്കകത്ത് കാണിച്ച കാര്യങ്ങളും പുറത്ത് വന്ന കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. അല്ലാതെ ഞാനായിട്ട് നിന്റെ ഒന്നും കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ വന്ന കാര്യങ്ങൾ അത് തെളിവ് സഹിതം വന്നപ്പോൾ അതെടുത്ത് വെച്ച് സംസാരിച്ചു, മനസ്സിലായ? ഇനി വേറൊരു കേസ്, ഇതിലൊരു ഭീഷണി ഉണ്ടായിരുന്നു, സ്ട്രൈക്ക് കൊടുക്കും എന്നുള്ളൊരു സാധനം ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു. ഞാനൊരു കാര്യം പറയാം, ജാസ്മിൻ സ്ട്രൈക്ക് കൊടുക്കും ആലോചിച്ച് കൊടുക്കണം, വേറെ ഒന്നുമില്ല. ഞാനിത് ഭീഷണിയൊന്നുമില്ല. നിന്റെ അടുത്തുള്ള നിന്റെ ഒരു എത്ര 12-13 ലക്ഷം ആയ ചാനലാണ്, 1 മില്യൺ എബോവ് ഉള്ള ചാനലാണ്. ഈ സ്ട്രൈക്ക് അടിക്കുമ്പോൾ നീ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഫെയിമാണ്. അങ്ങനെയുള്ള നിന്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാനുള്ള റൈറ്റ്സ്, അതെടുത്ത് യൂസ് ചെയ്യാനുള്ള റൈറ്റ്സ് എല്ലാവർക്കും ഉണ്ട്. അത് ലീഗൽ വശമാണ്, ഉണ്ട്. അങ്ങനെ ഉള്ള സമയത്ത് നീ സ്ട്രൈക്ക് കൊടുത്തു കഴിഞ്ഞ് കൗണ്ടർ അടിച്ച് നിന്റെ ചാനലിൽ കൗണ്ടർ കയറി കഴിഞ്ഞാൽ നിന്റെ ചാനൽ പോകും. അത് ഞാൻ വേറെ ഭീഷണിയൊന്നുമല്ല. ഇനിയിപ്പോൾ എനിക്ക് നിന്റെ അടുത്ത് കോൺടാക്റ്റ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ കൂടി പറഞ്ഞുകൊണ്ട് പോകുന്നു. അതുകൊണ്ട് ജാസ്മിൻ സ്ട്രൈക്ക് അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പണി നിനക്കേ കിട്ടത്തുള്ളൂ. ഞാൻ ചുമ്മാ പറയുന്നതല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയുക. സ്ട്രൈക്ക് നിനക്ക് നീ അടിച്ചു കഴിഞ്ഞാൽ അത് കൗണ്ടർ അക്സെപ്റ്റ് ചെയ്ത് കൗണ്ടർ ആയിക്കഴിഞ്ഞാൽ നിനക്ക് പണി കിട്ടും, നിന്റെ ചാനൽ പോകും. അതുകൊണ്ട് നീ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആലോചിക്കുക, അല്ലെങ്കിൽ പണി കിട്ടും, മനസ്സിലായോ? പണി കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ ചാനലിൽ പ്രശ്നമാകും. ഇപ്പം എന്തിന് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഞാനൊരു വീഡിയോ ചെയ്യുന്നു, നീ സ്ട്രൈക്ക് അടിക്കുന്നു, തിരിച്ച് കൗണ്ടർ അടിച്ച് പൊട്ടിക്കുന്നു, അത് സീനാവുന്നു, നിനക്കത് നിന്റെ ചാനലിനെ ബാധിക്കും. അത് ബാധിക്കാതിരിക്കാനാണ് ഞാൻ പറയുന്നത്, മനസ്സിലായോ? അല്ലാതെ ഇത് എൻ്റെ ഭീഷണിയൊന്നുമില്ല. നീ ഭീഷണിയായിട്ട് കുറേ ആൾ പറയുന്നുണ്ട്, ഞാൻ ഭീഷണിപ്പെടുത്തുന്നൊന്നുമില്ല. ഞാൻ സീരിയസ് ആയിട്ട് ഇത് പറഞ്ഞത്. അതുകൊണ്ട് സ്ട്രൈക്ക് അടിക്കുമ്പോൾ ആലോചിച്ചടിക്കുക. അത് വേണമെങ്കിൽ അറിയാമെന്നുള്ള ആരുടെങ്കിലും ചോദിച്ചിട്ട് അതിനെപ്പറ്റി അറിഞ്ഞിട്ട് സ്ട്രൈക്ക് അടിക്കാൻ നിൽക്കുക, അല്ലെങ്കിൽ പണി നിനക്കേ കിട്ടത്തുള്ളൂ. എന്തായാലും ഈ ഒരു ജാസ്മിൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നിന്റെ വാപ്പ എന്നോടെ വിളിച്ച് പറഞ്ഞത്, അതിനെ പറ്റിയുള്ള നിന്റെ എക്സ്പ്ലനേഷൻ. കാരണം പുറത്തു വന്നിട്ട് നീ പറഞ്ഞത് കമ്മിറ്റഡ് ആണ് ഗായ്സ് എന്നാണ്, അതിനുള്ള എക്സ്പ്ലനേഷൻ ഇല്ല. പിന്നെ കാലിലെ നഖം കടിച്ചതിന് വിണ്ട് കീറി പഴുത്തിരുന്നു, എവിടെ? അതും കണ്ടില്ല. വിണ്ട് കീറി പഴുത്തിരുന്ന ആൾ കൊന്നിയൊക്കെ നടക്കത്തുള്ളൂ. അപ്പൊ അത് തള്ളു, മനസ്സിലായി? എടാ അത് അക്സെപ്റ്റ് ചെയ്യും, എനിക്ക് പറ്റിപ്പോയി അങ്ങനെ പറഞ്ഞാൽ അതിൽ അന്തസ്സുണ്ട്, മനസ്സിലായോ? സപ്പോർട്ട് ചെയ്തേനെ, മനസ്സിലായോ? അതാ അങ്ങനെയെങ്കിലും അക്സെപ്റ്റ് ചെയ്തല്ലോ, ചെയ്ത തെറ്റുകളാണെന്നുള്ളത് മനസ്സിലാക്കിയെങ്കിലും ചെയ്തല്ലോ എന്ന് പറയാം. ഇത് അതുപോലും ചെയ്യുന്നില്ല. വാവ്, അങ്ങനെ. അപ്പോൾ കുറേ ചോദ്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അഫ്സലിൻ്റെ കേസുകൾ ഒരുപാട് പേര് ആ കമൻറ്റ് ബോക്സ് തന്നെ ചെക്ക് ചെയ്തപ്പോൾ ഉണ്ട്, അതിന് എക്സ്പ്ലനേഷൻ ഇല്ല. ഓക്കെ, അത് കാരണം അഫ്സലിൻ്റെ കേസ് നീ തന്നെയാണ് അവിടെ തുറന്നിട്ടോ, പുറത്ത് കമ്മിറ്റഡ് ആണ് കേസ്. അങ്ങനെ അതാണെങ്കിൽ അത് ആരുടെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ അന്വേഷിച്ച് അത് ആ വഴിക്ക് പോയി. പിന്നെ അതങ്ങനെ കുത്തിപ്പൊങ്ങി വന്ന് പിന്നെ നീ അവിടെ വേറെ ഒരു മുന്നയുടെ പേര് നീ തന്നെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ മുന്നേക്ക് സൈബർ അറ്റാക്ക് പോയി. അപ്പോൾ നീ അവിടെ പേര് പറഞ്ഞപ്പോൾ പുറത്ത് സൈബർ അറ്റാക്ക് പോയതൊന്നും നീ ആലോചിക്കുന്നില്ല, നീ നിന്റെ സൈഡ് മാത്രം ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നിന്റെ എക്സ്പ്ലനേഷൻ എനിക്ക് അത്ര അങ്ങോട്ട് ബോധിച്ചില്ല. എന്തായാലും ഉള്ള കാര്യം പറയാം. പിന്നെ ആലോചിച്ചും കണ്ടുമൊക്കെ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മൊത്തം. പിന്നെ ഈ വീഡിയോയിൽ എന്നെ മിക്കവാറും എല്ലാവരും കൂടി തെറി വിളിക്കാനാണ് ചാൻസ്. എന്തായാലും വാട്ടവർ, ഞാൻ അത് അച്ചീവ് ചെയ്യുന്നത് എനിക്കൊരു വിഷയമേല. കാരണം ഞാൻ എൻ്റെ എത്തിക്സ് എൻ്റെ ലോജിക്ക് വിട്ടിട്ട് ഞാൻ ഇന്നേ ഒരു വീഡിയോ ചെയ്തിട്ടില്ല, ചെയ്യത്തുമില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ പറയാം, അത് എൻ്റെതായ അഭിപ്രായം. അതിൽ അക്സെപ്റ്റ് ചെയ്യുന്നവരൊക്കെ അക്സെപ്റ്റ് ചെയ്യാം, അല്ലാത്തവർക്ക് റിജക്ട് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ടാണ്.